പ്രഥമ ഏഷ്യാവിഷൻ റേഡിയോ പുരസ്കാരങ്ങൾ ദുബായിൽ വിതരണം ചെയ്തു. UAE-യിലെ പ്രമുഖ റേഡിയോ നിലയങ്ങളിലെ റേഡിയോ അവതാരകർ പങ്കെടുത്ത വേദിയിൽ കരീന കപൂർ ആയിരുന്നു മുഖ്യാതിഥി. ഗൾഫിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വിഭാഗമാണ് റേഡിയോ അവതാരകർ. FM, AM ഫ്രീക്വൻസികളിൽ 10-ലധികം റേഡിയോ സ്റ്റേഷനുകളാണ് UAE-യിൽ മാത്രമായുള്ളത്. മലയാളത്തിലെ 7 റേഡിയോ നിലയങ്ങളിലെ 40-ലേറെ പ്രതിഭകളെയാണ് ഏഷ്യാവിഷൻ അവാർഡ് നൽകി ആദരിച്ചത്. വിവിധ വിഭാഗങ്ങളിലായി ഹിറ്റ് FM 12-ഉം ഗോൾഡ് FM 6-ഉം സൂപ്പർ FM 5-ഉം റേഡിയോ മീ 4 പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. AM വിഭാഗത്തിൽ റേഡിയോ ഏഷ്യ 9 അവാർഡുകൾ നേടിയപ്പോൾ ഏഷ്യാനെറ്റ് റേഡിയോ 7-ഉം വോയിസ് ഓഫ് കേരള 4 പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയത്. ഗൾഫിൽ മലയാളം റേഡിയോയ്ക്ക് തുടക്കമിട്ട KT അബ്ദുറബ്, KP അബ്ദുള്ള, KK മൊയ്തീൻ കോയ, ആൽബർട്ട് അലക്സ് തുടങ്ങിയവരെ ആദരിച്ചുകൊണ്ടായിരുന്നു മേളയ്ക്ക് തുടക്കമായത്. 2 പതിറ്റാണ്ടുകാലം റേഡിയോ രംഗത്തെ മികച്ച സേവനത്തിനുള്ള ആജീവനാന്ത പുരസ്കാരം വെട്ടൂർ ജി ശ്രീധരന് സമ്മാനിച്ചു. Shri KP Abdullah, sir, I request you to hand over the certificate and the cash award right behind you. FM റേഡിയോയിലെ ഗിന്നസ് റെക്കോർഡ് നേടിയ ആർജകളായ മിഥുനെയും സിന്ധുവിനെയും പ്രത്യേകം ആദരിച്ചു. Mithun and Sindhu of Hit FM 96.7 are the winners. ആദ്യ റേഡിയോ അവാർഡിന്റെ ശ്രദ്ധാകേന്ദ്രം ബോളിവുഡ് താരം കരീന കപൂർ ആയിരുന്നു. ഐക്കോണിക് ആക്ട്രസ് ഓഫ് ദ ഇയർ പുരസ്കാരം നൽകിയാണ് കരീനയെ ആദരിച്ചത്. On just one platform at one night. So thank you to the entire Malayalam film fraternity, the Radio Awards, Asia Vision Awards, for actually giving me such a beautiful tribute. I don't think I've ever felt so special in the last 14 years of my career as I have. കരീന കപൂറിന്റെ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കി ഷംന കാസിമും സംഘവും അവതരിപ്പിച്ച നൃത്തത്തോടൊപ്പം കരീനയും ചുവടുവെച്ചത് കാണികൾക്ക് വ്യത്യസ്ത അനുഭവമായി. രമേശ് പിഷാരടി കോമഡി സ്കിറ്റുകളിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്തു. 2013 ഒരു നല്ല വർഷമായിരുന്നു. ഏറ്റവും കൂടുതൽ സിനിമകൾ പുറത്തിറങ്ങിയത് 2013-ലാണ്. 12 മാസങ്ങൾ കൊണ്ട് 120-ഓ 125-ഓ സിനിമകൾ പുറത്തിറങ്ങി. പെൺപിള്ളാരോട് മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കും, 10ാം മാസം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആദ്യത്തെ 2 മാസവും പിന്നെ 10ാം മാസവുമാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. മലയാള സിനിമയുടെ 2013-ന്റെ 10ാം മാസം, അതായത് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ശരിക്കും 10ാം മാസം തന്നെയായിരുന്നു.
ഏറ്റവും കൂടുതൽ ഗർഭിണികളെ കൊണ്ട് മലയാള സിനിമയുടെ പോസ്റ്ററുകൾ നിറഞ്ഞത് 2013 10-ാം മാസത്തിലായിരുന്നു. സക്കറിയയുടെ 5 ഗർഭിണികൾ, കളിമണ്ണിൽ മറ്റൊരു ഗർഭിണി. ഇതിൻ്റെ ഇടയിലാണ് അഭിനയം നിർത്തിപ്പോയ മഞ്ജു വാര്യർ തിരിച്ചു വന്ന് അർദ്ധരാത്രി 12 മണിക്ക് അമിതാഭ് ബച്ചനെ വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് ലേബർ റൂമിൽ കൂടെ മഞ്ജു വാര്യരും കയറി ഇറങ്ങി 2013. മീരാനന്ദനും സംഘവും നൃത്തങ്ങളായി സ്റ്റേജിലെത്തിയപ്പോൾ ജോത്സന പാട്ടുപാടി പ്രേക്ഷകരെ കയ്യിലെടുത്തു. വിജയ് യേശുദാസും തങ്ങൾ കേട്ട് ആരാധിക്കുന്ന റേഡിയോ അവതാരകരും ഒരുമിച്ച് സ്റ്റേജിലെത്തി നൃത്തം ചെയ്തതോടെ കാണികൾ ആവേശത്തിലായി. ഗൾഫ് ദിസ് വീക്കിൻ്റെ ഈ ആഴ്ചത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ദിസ് വീക്ക്, പോസ്റ്റ് ബോക്സ് 502638, ദുബായ് മീഡിയ സിറ്റി, UAE. ഫാക്സ് 04 426 4646. ഇമെയിൽ mmtvdubai@gmail.com.